സ്റ്റോൺ ആപ്പിൾ പറിച്ച് കഴിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഇന്ന് മഴയത്ത് പിന്നെ വീണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്നത് ഒരു ദിവസം പഴുക്കണ വരെ കാത്തു സൂക്ഷിച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാത്തു സൂക്ഷിച്ച് വെച്ച സ്റ്റോൺ ആപ്പിൾ എന്ന് പഴുത്ത് താഴെ വീണു. എന്നോട് ചോദിക്കാതെ താഴെ വീണു കേട്ടോ. പക്ഷേ എനിക്ക് തന്നെ അത് കിട്ടി. പക്ഷേ ഇതിന് നമ്മുടെ പഴയ നമ്മളുടെ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ടെക്സ്ചറാണ്, വലിയ മധുരമൊന്നുമില്ല. പക്ഷേ ഇത് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, ഡൈജഷനൊക്കെ വളരെ നല്ലതാണെന്നാണ് ഞാൻ വായിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാതിരിക്കരുത്. വലിയ മധുരമൊന്നും ആരും പ്രതീക്ഷിക്കരുത്. എന്താ പറയുക, എന്താണ്ടൊരു പഴം, പക്ഷേ അതിനകത്ത് ഒരുപാട് എന്താണ്ടൊക്കെ സാധനങ്ങളുടെ പേരുണ്ട് കേട്ടോ. എന്തൊക്കെയാ വിറ്റമിനും എന്താണ്ടൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് തിന്നാം. അയ്യോ താഴെ പോയി. ഇതിന് സ്റ്റോൺ ആപ്പിൾ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ കുരു ബെഡ് റോക്കിനേക്കാളും ഹാർഡാണ്. കുത്തിപ്പൊട്ടിച്ചാലേ ഇത് പൊട്ടത്തുള്ളൂ കേട്ടോ. അതാണ് ഇന്ന് സ്റ്റോൺ ആപ്പിൾ എന്ന് പേര് വന്നത്. പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞ് വേറൊരു ബ്രൗൺ നിറത്തിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. ബിക്കോസ് അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ വറ്റി. ഇത് നമ്മളുടെ പേഴ്സ് തിന്നുന്ന അതേ ഫീലാണ് കേട്ടോ. പക്ഷേ ഇതിന് കുറച്ച് നമ്മൾ നല്ല 2 ടൈപ്പ് ആപ്പിളില്ലേ, അതുപോലത്തെ ഒന്നാണ് കേട്ടോ. ഇത് പച്ചക്കിനാണ് ആവശ്യം ടേസ്റ്റ്, പുളിപ്പോട് കൂടി. ഇനി അങ്ങനെ എപ്പോഴും തരുന്ന വെറൈറ്റി അങ്ങനെ വേറൊരു ഷേപ്പായിട്ടുള്ളത് കേട്ടോ. അവിടെ കമ്മലൊക്കെ ആക്കി ഇടാൻ പറ്റുന്ന ടൈപ്പ്. ഇത് രസമല്ലേ, പച്ചക്കമ്മൽ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ല പെട്ടെന്ന് പൊട്ടും. എൻ്റെ കുരു കണ്ടോ, ജിമിക്ക് പോലെ. അപ്പോൾ ഇതിൻ്റെ വിറ്റമിൻസും അല്ല ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് ഇത് കിട്ടിയ കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ